ഹായ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മളെ വെള്ളരി കൃഷി ഒന്ന് പരിശോധിക്കാം. ഇത് നമ്മൾ വിഷുവിൻ്റെ കണിവെള്ളരിക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതായിരുന്നു. പക്ഷേങ്കിൽ 2 ആഴ്ച ലേറ്റായി പോയി. ഇതിനോടൊപ്പം നമ്മൾ വെളുത്ത നരയും കുമ്പളങ്ങിയും നട്ടിരുന്നു. അതൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ വത്തക്കയും നട്ടിരുന്നു. തണ്ണീർമത്തൻ്റെ കുറച്ച് മോശമില്ലാത്ത വലിപ്പം ഉണ്ട്. മണൽ മിക്സ് ചെയ്തിട്ടായിരുന്നു നട്ടിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗുണം കിട്ടിയിരുന്നത്. മുറിച്ച് വിളവെടുത്ത് നോക്കാമെന്ന് തോന്നുന്നു. മൂന്ന് തരം തണ്ണീർമത്തനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിചാരിച്ച പോലെ വലിപ്പമൊന്നുമില്ല. എന്നാലും 1-2 എണ്ണം വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഒന്ന് ഇത് മുറിച്ച് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കളറൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് കടയിൽ നിന്ന് വാക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ വള്ളിച്ചെടികൾക്കിടയിലൊക്കെ പടർന്നിട്ട് അതിനിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂന്ന് തരം വിത്തുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാം 10 രൂപയ്ക്ക് റോഡ് വെക്കുന്നൊക്കെ വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ കുഞ്ഞൻ മൾബറി തൈയിൽ ഉണ്ടായ മൾബറിയാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. നമ്മുടെ കൃഷിയിടത്തിൽ ധാരാളം ചീരയും ഞൊട്ടാഞ്ഞൊടിയനും വളർന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ മുട്ടാമ്പിളിങ്ങ എന്നാണ് ഇതിന് പറയാറ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കളയായി വളർന്നിട്ടും നമ്മൾ ഇതിനെ കൃഷിയിടത്തിൽ നിന്ന് പറിച്ച് കളയാറില്ല. വിളവെടുത്ത വെള്ളരികൾ നമ്മുടെ ആവശ്യത്തിന് വെച്ച് ബാക്കി കടയിൽ കൊടുക്കാറാണ് പതിവ്. ഇത് ഓലക്കണ്ണി വളച്ചാണ് തൂക്കിയിടുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഇത് കുറെ കാലം കേടുകൂടാതെ ഇരിക്കും. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കുറച്ച് വെണ്ടക്കയും നട്ടിട്ടുണ്ട്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.